മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്ത്യയിലെ നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI കേരളത്തിൽ കൊല്ലാൻ വേണ്ടി തയ്യാറാക്കിയ 977 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസി NIA കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ ശക്തികളായ LDFും UDFും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മത്സരിച്ച് ഇസ്ലാം മത പ്രീണനം നടത്തുന്നത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാം മത ഭീകര സംഘടനകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം വരുന്നത്. കാഫിറുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഖുറാനിലും ഹദീസുകളിലും പറഞ്ഞിട്ടുള്ളതും മുഹമ്മദ് ഇരുട്ടിന്റെ മറവിൽ പല കാഫിറുകളെയും കൊന്നുകളഞ്ഞ് മാതൃകയായി ചെയ്തു കാണിച്ചു കൊടുത്തിട്ടുള്ളതും ആയതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും ഇവർക്കെതിരെ, ഇങ്ങനെയുള്ള ഈ ഭീകര സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രവർത്തകർക്കെതിരെ യാതൊന്നും പറയുകയില്ല. അങ്ങനെ അവരെന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഉസ്താദുമാരും പറയില്ല, സാധാരണക്കാരും പറയില്ല, ആരും പറയില്ല. ഈ ഇസ്ലാമിക ഭീകരർക്കെതിരെ സംസാരിക്കേണ്ട സാംസ്കാരിക നായകളാണെങ്കിൽ ജിഹാദികൾ കൊടുക്കുന്ന ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും വാങ്ങി മിണ്ടാതിരിക്കുകയാണ്. വായേല് പഴം തിരികി മിണ്ടാതിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്ക് അധികാരം കിട്ടിയാൽ മതി. അധികാരത്തിലെത്തണമെങ്കിൽ വോട്ട് വേണം. മുസ്ലിങ്ങളെ പിണക്കിയാൽ വോട്ട് കിട്ടില്ല. അതുകൊണ്ട് അവർ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം മിണ്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിലെ അവസ്ഥ, നിലവിലെ അവസ്ഥ. അതുകൊണ്ട് ഇത്തരം ഇസ്ലാം മത ഭീകരന്മാർക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധ നിര സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് രൂപം കൊള്ളേണ്ടതുണ്ട്. ഇവരുടെ കള്ളത്തരങ്ങളെയും വ്യാജ പ്രചരണങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് ഇവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വരണം. ഈ മുന്നോട്ട് വരണം എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിടണമെന്നോ അല്ലെങ്കിൽ പബ്ലിക്കിൽ സ്റ്റേജ് കെട്ടി സംസാരിക്കണമെന്നോ അതൊന്നുമല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഏറ്റവും കുറഞ്ഞത് സ്വന്തം കുടുംബത്തിനകത്ത് മക്കളോടെങ്കിലും ഇതാണ് ഇസ്ലാം, ഇതാണ് മുഹമ്മദ്, ഇതാണ് അവരുടെ കിതാബിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിലെ സമാധാനകാംക്ഷികളായ മനുഷ്യർ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാത്രമേ അടുത്ത തലമുറയെ ഈ ഭീകരന്മാരിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതാണ് യഥാർത്ഥ ഇസ്ലാം, ഇങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ജാഗ്രത പാലിക്കും. ഇങ്ങനെയാണ് സംഗതി എന്നുള്ളത്. മാത്രമല്ല അവരുടെ സുഹൃത്തുക്കൾ, മുസ്ലിങ്ങളായിരിക്കുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറയും. നിങ്ങളുടെ കിതാബിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. അത് ആ മുസ്ലിം കുട്ടികളെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണല്ലോ അവരുടെ തലയിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇത് അവരുടെ മുമ്പാകെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ സ്വയം ലജ്ജ തോന്നും മുസ്ലിം എന്ന് പറയാൻ. ഇപ്പം ഇന്ന് ഇത്രയധികം എക്സ് മുസ്ലിങ്ങൾ ലോകമെമ്പാടും ഉണ്ടായതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ ഇവർ വലിയ കരളിൻ്റെ കരളായി വലിയ മുത്തുനബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യൻ ഇത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനായ, ഹീനമായ, മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ചെയ്തിരുന്നവനാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോഴാണ് അവർ ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു വന്നത്. അപ്പം അതുപോലെ നടക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ. അപ്പം അതിനെങ്കിലും തയ്യാറാകണം. അല്ലാതെ രാഷ്ട്രീയക്കാർ ഇവർക്കെതിരെ സംസാരിക്കുമെന്നോ പോലീസുകാർ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്നോ അതല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ ഇവരെ ഏതെങ്കിലും തരത്തിൽ തുറന്നു കാണിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് വ്യാമോഹമാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. വ്യർത്ഥമായ മോഹം മാത്രമാണത്. സത്യത്തിൽ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം ഇപ്പോൾ വെടിനിർത്തലിലാണല്ലോ. കേരളത്തിലെ ഒരുമാതിരി എല്ലാ മാധ്യമങ്ങളും അതിൽ ജോലി നോക്കുന്ന മാപ്രകളിൽ നല്ലൊരു പങ്കും ഇസ്രായേലിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ചിലർ ഉളുപ്പില്ലാതെ ഇസ്രായേൽ പരാജയപ്പെട്ടു, ഇസ്രായേൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. മനുഷ്യനായ ഇത്രയെങ്കിലും നാണവും മാനമൊക്കെ വേണം. അതില്ലാത്തവരാണ് മാപ്രകളായി മാറുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടി നേതാവായ പിണറായി വിജയനാണെങ്കിൽ
ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇറാനെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അവരുടെ നരേഷൻ. ഗാസയിലെ ഹമാസ്, അതുപോലെ ലെബനോനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ഇറാന്റെ ആണവായുധ പദ്ധതികളെ അവഗണിച്ചുകൊണ്ടുമാണ് ഇക്കൂട്ടർ ഇത്തരം നരേഷൻസ് പടച്ചുവിടുന്നത്. ഇനി വേറെ ചില കൂട്ടരുണ്ട്. അവർ ഈ ധാർമ്മികതയുടെ മേലങ്കിയൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ വിമർശനം നടത്തുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ചോദ്യം ചെയ്യുന്നത്. അവർ ചോദിക്കുന്നത്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ആണവായുധം ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാനും ആണവായുധം ഉണ്ടാക്കിക്കൂടാ? ഇറാൻ ആണവായുധം ഉണ്ടാക്കുമ്പോൾ ഇവരെന്തിനാണ് തടയാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇവന്മാരുടെ ചോദ്യം. സോഷ്യൽ മീഡിയയിൽ പല ആളുകളും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. വിവരക്കേട്, ശുദ്ധമായ വിവരക്കേടെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ ഇസ്രായേലും അമേരിക്കയും ജനാധിപത്യ രാജ്യങ്ങളാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെയാണ് ആ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇറാൻ സുപ്രീം ലീഡറിന്റെ മേൽനോട്ടത്തിൽ ഷിയ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഷിയ ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു മതരാജ്യമാണ്. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മതഭീകര രാജ്യമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ആണവായുധ ഉപയോഗം കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. തോന്നിയതുപോലെ അവിടുത്തെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ ഒന്നും ആണവായുധം ഉപയോഗിക്കാനൊന്നും പറ്റുകയില്ല. കുറെ പ്രൊസീജിയറുണ്ട്, അതനുസരിച്ചിട്ടേ പറ്റുകയുള്ളൂ. ജനങ്ങളോട് അവർ കണക്ക് കൊടുക്കേണ്ടവരാണ്. എന്നാൽ ഈ ഖമൈനിയെ പോലെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതനേതൃത്വത്താൽ ഭരിക്കപ്പെടുന്ന ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ അവർക്കത് തന്നിഷ്ടം പോലെ ഉപയോഗിക്കാം. മനസ്സിലായോ? അവിടെ സുപ്രീം ലീഡർ അയാളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യും. അവിടെ തെരഞ്ഞെടുപ്പുണ്ടെന്നൊക്കെ ഇവന്മാർ പറയാറുണ്ട്, ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ. എന്തോന്ന് തെരഞ്ഞെടുപ്പ്? ഈ ഖമൈനി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആയത്തുള്ളമാരുടെ അംഗീകാരത്തിന് വിധേയരായിരിക്കുന്ന ആൾക്കാർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അതിന് പുറത്തുള്ളവർക്കൊന്നുമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുകയല്ല, അവര് നിർത്തുന്ന ആളുകൾ, അവര് രണ്ടു കൂട്ടരെയും ഇവൻ കൊള്ളാം, ഇവൻ നമ്മുടെ ഐഡിയോളജി അനുസരിക്കുന്നവൻ, അവനും കൊള്ളാം, ഇതിൽ നിന്ന് രണ്ടുപേരിൽ ഏതെങ്കിലും ഒരുത്തം വരട്ടെ, അതാരും വന്നാലും പ്രശ്നമില്ല. ആ ലെവലിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഈ ഇറാന്റെ ആണവ പദ്ധതി അത് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനും മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. മനസ്സിലാകുന്നുണ്ടാ? അതുകൊണ്ട് ഈ ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ ഒരിക്കലും പൂവണിയാൻ പാടുള്ളതല്ല. അത് മനുഷ്യരാശിക്ക് മൊത്തം ഭീഷണിയാണ്. ഇറാൻ ഈ ഹമാസിനും അതുപോലെ ഹിസ്ബുള്ളയ്ക്ക്, യമനിലെ ഹൂതികൾക്കൊക്കെ ആയുധ സാമ്പത്തിക സഹായം നൽകുന്നവരാണ്. ഇവർ ഇസ്രായേലിനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഹൂതികൾ സൗദിക്കെതിരെയും മറ്റ് ചില ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ, ഹിസ്ബുള്ള അതുപോലെ ഹമാസ് ഇസ്രായേലിനെതിരെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് ഇറാന്റെ ആണവായുധം. അല്ലെങ്കിൽ ഇറാന്റെ കൈവശം ആണവായുധം വന്നു കഴിഞ്ഞാൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ കൂടുതൽ അത് ശക്തരാക്കുകയേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് അത് സംഘർഷം വർദ്ധിപ്പിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇറാന്റെ കൈവശം ആണവായുധം എത്തിയാൽ. ഈ ആണവായുധമുള്ള ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു ആണവ മത്സരത്തിനും വഴിവെക്കും. കാരണം ഷിയ രാഷ്ട്രമായ ഇറാന്റെ ആണവായുധ ഭീഷണിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി സൗദി അറേബ്യയും ഈജിപ്തും UAEയും പോലെയൊക്കെയുള്ള, തുർക്കി അടക്കമുള്ള ഈ സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾ അവർ സ്വന്തം ആണവ പദ്ധതികൾ ആരംഭിക്കും. പിന്നെ കാരണം ഇറാന്റെ കൈവശം ആണവായുധം വന്നാൽ അത് ഇസ്രായേലിന് മാത്രമല്ല, ആദ്യം ഇസ്രായേലിന്റെ നേരെ പ്രയോഗിക്കും, അത് കഴിഞ്ഞ് അത് പ്രയോഗിക്കാൻ പോകുന്നത് തങ്ങൾക്ക് നേരെയാണെന്ന് സൗദിക്കും ഈജിപ്തിനും അവിടെയുള്ള ചുറ്റുപാടുള്ള എല്ലാ സുന്നി രാഷ്ട്രങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവരും ആണവായുധം ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റിലേക്ക് ഇറങ്ങും. അത് മൊത്തത്തിൽ ലോകത്തിന് ഭീഷണിയായിട്ടാണ് വരിക. എല്ലാം കൊണ്ടും മനുഷ്യരാശിക്ക് മൊത്തം ഭീഷണിയാണ്. അപ്പൊ അതിനെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഓരോരുത്തർ വരുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അണവായുധം ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഉണ്ടാക്കിക്കൂടാന്ന്? അപ്പൊ ഇവരൊന്നും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരൊന്നും വസ്തുതകളെ ശരിയായിട്ട് മനസ്സിലാക്കിയ ആളുകളൊന്നുമല്ല. ഇസ്രായേലിനും യഹൂദന്മാർക്കും ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പോലും ഞാൻ അതിനെതിരായിട്ട് പറയാൻ
തുനിയാത്തത്. ഒരിക്കലും അത് ഞാൻ പറയുകയില്ല. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാളും അത് പറയുകയില്ല. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൽ ഒരു തെറ്റുമില്ല, 100% അത് ശരി തന്നെയാണ് എന്നേ അവർ പറയുകയുള്ളൂ. ഇറാന്റെ ലക്ഷ്യം ഇസ്രായേലിന്റെ ഉന്മൂലനമാണ്. ഭൂമിയിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കണം എന്ന് പബ്ലിക്കായിട്ട് പറയുന്നവരാണ് ഇറാൻ ഭരണാധികാരികൾ. ഒരു കാലത്ത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. 1948 ശേഷം അല്ലെങ്കിൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇത് തന്നെയാണ് പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവരെല്ലാം അത് നിർത്തി, ആ പറച്ചിൽ നിർത്തി. ഈജിപ്ത് ഇപ്പം അങ്ങനെ പറയാറില്ല, സൗദി പറയാറില്ല, അല്ലെങ്കിൽ ഇറാഖ് പറയാറില്ല, സിറിയ പറയാറില്ല. ഒരു കാലത്ത് ഇവരൊക്കെ പറഞ്ഞ, ജോർദാൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഭൂമിയിൽ നിന്ന് ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ നിർത്തി. അവർക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാകായിരിക്കും, മനസ്സിലാഗ്രഹം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പുറത്തേക്ക് പറയുന്നില്ല. പുറത്തേക്ക് അത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇറാൻ നേതാക്കന്മാരാണ്, ഇറാനികളാണ്. ഇറാനിലെ സാധാരണ പൗരന്മാരുടെ കാര്യമല്ല, ഭരണാധികാരികൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഉദാഹരണത്തിന് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. ഇത് ഇറാനിലെ IRGC എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ആ IRGCയുടെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്ദിയുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്, ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ക്ലിപ്പാണ്. 2016 മുതൽ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ഫോർ കൾച്ചറൽ ആൻഡ് സോഷ്യൽ അഫയേഴ്സ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്ദി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമായ ബാസിജ് റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ മുൻ കമാൻഡർ ആയിരുന്നു ഇയാൾ. 2008 മാർച്ച് 3 UN സെക്യൂരിറ്റി കൗൺസിൽ ഇയാൾക്കെതിരെ ഒരു റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. റെസൊല്യൂഷൻ 1737. അത് പ്രകാരം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ മുഹമ്മദ് റേസ നഖ്ദി. 2008 മാർച്ച് 11 യൂറോപ്യൻ യൂണിയനും ഇയാൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ ആയുധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഇയാൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ മുഹമ്മദ് റേസ നഖ്ദിയുടെ ഉടമസ്ഥതയിലുള്ളതോ ഇയാൾ നിയന്ത്രിക്കുന്നതോ ആയ ആസ്തികളൊക്കെ മരവിപ്പിക്കുകയും അവരുടെ പ്രദേശങ്ങളിലേക്കുള്ള ഇയാളുടെ പ്രവേശനമോ യാത്രയോ ഒക്കെ തടയേണ്ടതുമാണ്. അങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല. കാരണം ഈ യുറേനിയം അവിടെ നിന്ന് വാങ്ങി അനധികൃതമായി ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങി കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും ഇയാൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഇയാൾ. ഇറാൻ ഭരണ നേതൃത്വത്തിലെ വലിയ മീനാണ്, വലിയ പുള്ളിയാണ്, വമ്പൻ സ്രാവാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന പലസ്തീൻ ഇസ്ലാമിക ഭീകര സംഘടന ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ 1ാം വാർഷികം കഴിഞ്ഞപ്പോൾ ഇയാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. വരും ദിവസങ്ങളിൽ സിയോണിസ്റ്റ് ഭരണകൂടത്തിന് മറ്റൊരു തകർപ്പൻ അടി കിട്ടുന്നത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും എന്നായിരുന്നു ആ പ്രസ്താവന. അതായത് 2023 ഒക്ടോബർ 7 സിയോണിസ്റ്റ് ഭരണകൂടത്തിന് ഒരു അടി കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ശക്തമായ മറ്റൊരടി, തകർപ്പൻ അടി ഇപ്പൊ കിട്ടും, അത് നിങ്ങളെല്ലാം കാണും എന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. അപ്പൊ ഈ ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ആ ക്ലിപ്പ് എന്ന് പറയുന്നത് 2018 ഡിസംബർ 28 ഇറാഖിലെ അൽ നുജ്ബ ടിവിയിൽ, ഈ അൽ നുജ്ബ TV എന്ന് പറയുന്നത് ഇറാഖിലെ ഷിയ ഭീകര സംഘടനയായ ഹർക്കത്ത് ഹിസ്ബുള്ള അൽ നുജ്ബ HHN എന്നാണ് അറിയപ്പെടുന്നത്. ഈ HHN എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടന അത് IRGCയുടെ ഗുഡ്സ് ഫോഴ്സ് ഉണ്ട്, ഗുഡ്സ് ഫോഴ്സിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇറാന്റെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ ഹർക്കത്ത് ഹിസ്ബുള്ള അൽ നുജ്ബയുടെ മാധ്യമ വിഭാഗമാണ് അൽ നുജ്ബ TV. ഈ അൽ നുജ്ബ TVയിൽ IRGCയുടെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്ദി കൊടുത്ത ഒരു അഭിമുഖത്തിൽ അയാൾ പറയുന്നത്, ആദ്യം സൗദി അറേബ്യയെ കുറിച്ച് പറയുന്നുണ്ട്. സൗദി അറേബ്യ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ബലഹീനമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇറാന്റെ മുന്നിൽ സൗദിയുടെ സൈനിക ശക്തി ഒരു ഉറുമ്പിനെ ആനയോട് താരതമ്യം ചെയ്യുന്നതിന് തുല്യമാണ്. മനസ്സിലായ? അതായത് ഉറുമ്പ് സൗദിയും ആന ഇറാനും. മാത്രമല്ല, ഇറാൻ വിചാരിച്ചാൽ സൗദി അറേബ്യയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനും നശിപ്പിക്കാനും കഴിയും. സൗദിയുടെ കയ്യിൽ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഇറാന്റേതുപോലെയുള്ള ഒരു സൈന്യത്തെ നേരിടാൻ അതൊന്നും പോരാന്നാണ് ഇയാൾ പറയുന്നത്. ക്ലിപ്പ് കേൾക്കാം. وهل ترون أن تهديدات السعودية قابلة للتنفيذ؟ خیلی طنزه. هذا الأمر مضحك جدا. عندنا مثل في الفارسية نقول فيه
أين النملة من الفيل؟ السعودية لا تستطيع من السيطرة على الداخل السعودي، تقصف حارات صغيرة في الداخل السعودي بطائرات حربية. أعتقد أن السعودية أضعف بكثير مما تتصور. لو أردنا أن نأمر فيلقا واحدا من فيالق إحدى محافظاتنا 30 بإمكانها أن تهزم السعودية وتدمرها. صحيح أنها تملك سلاحا متطورا وكثيرا، لكنها لا تستطيع أن تقابل جيشا كالجيش الإيراني مثلا. ഇത് അവരുടെ തമ്മിത്തല്ലാണ്. അതായത് 1400 കൊല്ലമായിട്ടുള്ള സുന്നി ഷിയ അടിപിടിയുടെ ഭാഗം അത്രയേ ഉള്ളൂ. ഇത് സൗദി സുന്നി രാഷ്ട്രമാണ്, ഇറാൻ ഷിയ രാഷ്ട്രമാണ്. അപ്പോൾ ഇവർ ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇസ്ലാം തുടങ്ങിയ അല്ലെങ്കിൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് തുടങ്ങിയ അടിയാണ്. മുഹമ്മദിന്റെ കാലത്തെ ചെറുതായിട്ട് അടി ഉണ്ടായിരുന്നു. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അത് വിപുലമായിട്ട് വന്നു. അത് ഇന്നും തുടരുന്നു. അപ്പം ഇന്ന് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇറാന് വേണ്ടി നിലവിളിക്കുന്ന അടുപ്പുകൂട്ടി ചർച്ചക്കാരും മറ്റെല്ലാ സുഡാപ്പികളും ഈ അടിയിൽ ഇറാനെതിരെ സൗദിക്കൊപ്പമായിരിക്കും നിൽക്കുക. അതുറപ്പാണ്. കാരണം അവരെല്ലാം സുന്നികളാണ്. അതുകൊണ്ട് സൗദിക്ക് വേണ്ടി നിൽക്കും. ഇസ്രായേലും ഇറാനും തമ്മിൽ അടി വരുമ്പോൾ ഇവർ ഇറാന്റെ ഒപ്പം നിൽക്കും. ഇറാനും സൗദി അടി വരുമ്പോൾ ഇവർ സൗദിക്കൊപ്പം നിൽക്കും. സൗദി അറേബ്യയെ ഉറുമ്പിനോടും ഇറാനെ ആനയോടും താരതമ്യം ചെയ്യുന്ന പരിഹാസം സൗദിയുടെ സൈനിക ശേഷിയെ അവഹേളിക്കാൻ വേണ്ടി പറയുന്നതാണ്. യമനിലെ സൗദി ഹൂത്തി സംഘർഷത്തിൽ ഇറാൻ ഈ ഹൂത്തികൾക്ക് പിന്തുണ നൽകി സൗദിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂട്ടരാണ്, നമുക്കറിയാം. ഏതായാലും ഈ അടിയിൽ ഇസ്രായേലിന് റോളൊന്നുമില്ല. ഇസ്രായേൽ വെറും കാഴ്ചക്കാരാണ്. കപ്പലണ്ടിയും കുറിച്ച് ഗാലറിയിലിരുന്ന് കളി കാണുന്ന ടീമാണ് ഇസ്രായേൽ. അവർക്ക് ഇതിന് റോളില്ല. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അമേരിക്കയെ കുറിച്ചാണ്. അയാൾ പറയുന്നത് അമേരിക്ക ഇറാനെതിരെ യുദ്ധം തുടങ്ങാൻ സാധ്യതയില്ല, അവർക്ക് അതിനുള്ള ശക്തിയില്ല. ആർക്ക്? അമേരിക്കയ്ക്ക് അതിനുള്ള ശക്തിയില്ല. എന്നാൽ അവർ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ഞങ്ങൾ തകർക്കും. അതായത് ഈ ഖത്തറിലാകട്ടെ ചുറ്റുപാടുമുള്ള ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ഈ അമേരിക്കൻ താവളങ്ങൾ, തുർക്കിയിലുള്ള അമേരിക്കൻ താവളങ്ങളായാലും ബാക്കിയുള്ളിടത്ത് എല്ലാവരും ഞങ്ങൾ തകർത്ത് കളയുമെന്നാണ് ഇയാൾ പറയുന്നത്. أمريكا لا تشن حربا على إيران، وإن شنت حربا وأنا أستبعد ذلك سندمر جميع قواعدها العسكرية في المنطقة. نحن الآن خلف أبوابها، حاليا خلف أبوابها وخلف الأسلاك الشائكة، وإذا حدث خطأ من جانبهم نعبر هذه الأسلاك. ഇത് മുസ്ലിം ക്രിസ്ത്യൻ അടിയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമല്ല, സെക്യുലർ രാഷ്ട്രമൊന്നുമല്ല, ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. അതുകൊണ്ട് നസ്രാണികളെ തകർക്കുക എന്ന് പറയുന്ന ആ അജണ്ടയുടെ ഭാഗമാണ്. ഖുറാനകത്ത് ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന ആ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനകത്തും ഇസ്രായേലിന് റോളില്ല. കാരണം ഇസ്രായേൽ നസ്രാണികളല്ല, അവർ വേറെയാണ്. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം, അമേരിക്ക ലോക പോലീസാന്നൊക്കെ പറഞ്ഞാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഖമൈനിയുടെ ഇറാൻ അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇറാൻ ആണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു തെമ്മാടി രാഷ്ട്രവുമാണ്. ഈ ശിങ്കിടികളായ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെറും ഒരു നാലാംകിട തെമ്മാടി രാഷ്ട്രം. നമുക്കറിയാം, ഈ നാട്ടിൽ തെമ്മാടികൾ ഉണ്ടാകുമ്പോൾ തെമ്മാടികളുടെ തെമ്മാടിത്തരം അവസാനിപ്പിക്കേണ്ട ചുമതല പോലീസിനാണ്. അമേരിക്ക ലോക പോലീസാണെങ്കിൽ അവർ ഇറാൻ എന്ന തെമ്മാടിയെ നിലയ്ക്ക് നിർത്തട്ടെ, ഞങ്ങൾക്ക് ഇതിലൊരു റോളുമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിന് മിണ്ടാതിരിക്കാം. ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണാം, അത്രേ ഉള്ളൂ. അവർക്ക് ഇതിൽ റോളില്ല. പക്ഷേ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും കാര്യം പറഞ്ഞിട്ട് IRGCയുടെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്തി പറയുന്നത് ഇസ്രായേലിന്റെ കാര്യമാണ്. ഇസ്രായേലിന്റെ കാര്യം, അതായത് ആദ്യം സൗദിയുടെ കാര്യം പറഞ്ഞു, പിന്നെ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഇസ്രായേലിന്റെ കാര്യം. അയാൾ പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിലായിട്ട് മെമ്മറി TV-ക്കാർ കൊടുത്തിട്ടുള്ളത് ഞാൻ മലയാളത്തിൽ പറയാം പൂർണ്ണമായിട്ടും. ഇതിനു മുമ്പുള്ളത് ഞാൻ മെയിൻ പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് ഞാൻ പറയാണ്. ഇസ്രായേൽ നശിപ്പിക്കപ്പെടേണ്ടതും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതുമാണ്. സിയോണിസ്റ്റുകൾ നശിപ്പിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് തീർച്ചയായിട്ടും സംഭവിക്കും. റഷ്യയോ മറ്റേതെങ്കിലും രാജ്യമോ ഞങ്ങളുടെയും സിയോണിസ്റ്റുകളുടെയും മധ്യേ ഇടനിലക്കാരനാകാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം വേണ്ടെന്നാണ് പറയുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം
ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ മുമ്പും ഇമാം ഖമൈനിയുടെ സൈനികരായിരുന്നു, ഇപ്പോഴുമാണ് ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും അവസാന തുള്ളി രക്തം വരെയും ഇമാം ഖമൈനിയുടെ സൈനികരായിരിക്കും. അള്ളാഹു ഇച്ഛിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ജെറുസലേമിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പതാക ഉയർത്തും എന്നാണ് ഇയാൾ പറഞ്ഞത്. ആ ക്ലിപ്പ് കണ്ടോളൂ. إسرائيل يجب أن تمحى وتدمر. بلا شك أن الصهاينة يجب أن يبادوا ويدمروا، وهذا الأمر بالتأكيد سيتحقق. لا روسيا ولا أي دولة لا تستطيع أن تتوسط بيننا وبين الصهاينة. الثورة الإسلامية في إيران لا تتنازل عن موقفها تجاه إزالة إسرائيل من الوجود قيد أنملة. نحن جنود الإمام الخامنئي كنا، ما زلنا، وسنبقى جنودا للإمام الخامنئي حتى النفس الأخير وحتى القطرة الأخيرة من دمائنا. وسأرفع راية الثورة الإسلامية بنفسي في القدس إن شاء الله. ഇത് പറയുന്നത് ചെറിയ പുള്ളിയല്ല. ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരായ നിലപാടുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ്. IRGC ഡെപ്യൂട്ടി കോർഡിനേറ്ററും ഇറാന്റെ ആണവായുധ പദ്ധതിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുറേനിയം അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറാനിൽ എത്തിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്തിയാണ് ഇത് പറയുന്നത്. അതായത് ഇറാനിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടാണ് ഇസ്രായേലിനെയും യഹൂദന്മാരെയും ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. 2021 ജനുവരിയിൽ ഇറാൻ പാർലമെന്റിൽ ഒരു ബില്ല് ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്തായിരുന്നു ആ ബില്ലിലെ വിഷയം എന്നറിയാമോ? 2041, അതായത് ബില്ല് വരുന്നത് 2021 കേവലം 20 കൊല്ലം കൂടി കഴിയുമ്പോൾ 2041 ഇസ്രായേലിനെ നശിപ്പിക്കണം, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണം, വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അതായിരുന്നു ആ ബില്ലിലെ വിഷയം. കേരളത്തിലെ മാപ്രകൾ ഇപ്പോഴാണല്ലോ ഇറാനിലോട്ട് നോക്കുന്നത്. 2021 അവർ ഗാസയിലേക്ക് മാത്രം കണ്ണു നട്ടിരുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ബില്ല് ഇറാൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത് അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള യാതൊരു വാർത്തയും കേരളത്തിലെ മാപ്രകൾ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പല ഇംഗ്ലീഷ് പത്രങ്ങളും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2041 ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറാൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്ന ബില്ല് പാസ്സായോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനെക്കുറിച്ച് വിദേശ മീഡിയകളിലൊന്നും കാണുന്നില്ല. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ബില്ല് ഇറാൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല ഇറാൻ. ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ നേപ്പാളും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, അത് മതപരമായ കാരണങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ രാഷ്ട്രസംബന്ധമായ രാഷ്ട്രീയമായ കാരണങ്ങളായിരിക്കാം, പൊളിറ്റിക്കലായിട്ടുള്ള. കാരണം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ അങ്ങനെ പറയാനില്ലല്ലോ. ഇസ്രായേലുമായിട്ട് യാതൊരു തരത്തിലും ഇറാൻ അതിർത്തി പങ്കിടുന്നില്ല. മാത്രമല്ല, ഇറാന്റെ ഏതെങ്കിലും ഭൂപ്രദേശത്തിന്റെ മേൽ ഇസ്രായേൽ യാതൊരു അവകാശവാദവും ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായി ഇസ്രായേലും ഇറാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ബില്ല് ചർച്ചയ്ക്ക് വന്നതെന്നറിയാമോ? മതം. അത് മാത്രമാണ് കാരണം. മതം മാത്രമാണ് കാരണം. യഹൂദ വിരോധം നിറഞ്ഞ പുസ്തകങ്ങളാണ് ഖുർആന്, ഹദീസുകളുമെല്ലാം. ഭൂമിയിലെ അവസാനത്തെ യഹൂദനെയും എങ്ങനെ ഇല്ലാതാക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ കിതാബുകളിൽ പറയുന്നത്. കിതാബുകളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ അനുസരിക്കാൻ നടക്കുന്ന മതഭ്രാന്തന്മാരാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ അവരുടെ സ്വയരക്ഷ നോക്കും. മനസ്സിലായോ? അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആന്റിസെമിറ്റിസം ബാധിച്ച് കണ്ണ് കാണാതായ ലോകം മുഴുവനുമുള്ള യഹൂദ വിരോധികൾക്ക് ഇസ്ലാമിന് വേണ്ടി ഇസ്രായേലിനെതിരെ കുരച്ചു കാലം കഴിക്കാം. കുരച്ചുകൊണ്ടേയിരുന്നോ? തെരുവുനായ കുരയ്ക്കുന്ന പോലെ കുരച്ചോ? ഇസ്രായേൽ പക്ഷെ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പണി നല്ല വൃത്തിക്ക് ചെയ്യും. മനസ്സിലായോ? അവരത് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ഇറാനിൽ കണ്ടത്. കരയേണ്ടവർക്ക് കരയാം, മോങ്ങേണ്ടവർക്ക് മോങ്ങാം. ഇസ്രായേൽ അവരുടെ സ്വയരക്ഷ നോക്കും.
ഈ പ്രശ്നം നിങ്ങൾ വേറെ ആംഗിളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഗൗരവം കുറച്ചുകൂടി പിടികിട്ടും. 2050 ഇന്ത്യയെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് പാകിസ്ഥാൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നാൽ ഇന്ത്യ ഗവൺമെന്റ് എങ്ങനെയായിരിക്കും അതിനെതിരെ പ്രതികരിക്കുക? ഈ ബില്ല് പാകിസ്ഥാന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ കൈവശം ആണവായുധമൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ആണവായുധം ഇല്ല, ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ബില്ല് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമെന്ന് അവരുടെ സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കുന്നത് വരെ ഇന്ത്യൻ സർക്കാർ കാത്തിരിക്കുമോ, അതോ അവര് അണുബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി അവരുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമോ? എന്തായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുക? അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും ഇറാനെ ആക്രമിച്ച കാര്യത്തിൽ ഇസ്രായേലാണ് ശരിയെന്നും ഇസ്രായേൽ മാത്രമാണ് ശരിയെന്നുമുള്ള സത്യം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യം സാങ്കല്പികമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ അത് സാങ്കല്പികമല്ല. ഇസ്രായേൽ അതേ ഭീഷണിയിലാണ് നിലകൊള്ളുന്നത്. മനസ്സിലായോ? അതിനാലാണ് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ഇസ്രായേൽ അതിജീവനപരമായ ഭീതിയോടെ കാണുന്നത്. ഈ ഭീഷണി അടുത്ത തലമുറ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ തന്നെ ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിച്ചത് യഥാർത്ഥത്തിൽ ആക്രമണമല്ല, പ്രതിരോധമാണ്. നമ്മുടെ കണ്ണുകളിൽ ഇസ്രായേൽ മറ്റൊരു പരമാധിക രാഷ്ട്രത്തിന്റെ അതിർത്തിക്കകത്ത് കടന്ന് അവിടെയുള്ള ആണവായുധ സൈറ്റുകളെ ആക്രമിച്ചു. അത് ആക്രമണമാണ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് ആക്രമണമല്ല, പ്രതിരോധം മാത്രമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെയും അതിലെ പൗരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇസ്രായേലിന്റെ പ്രതിരോധം. എൻ്റെ കൗമാരപ്രായത്തിൽ, ബാല്യത്തിലും കൗമാരപ്രായത്തിലും റോഡരികിലുള്ള മതിലുകളിൽ ചില മുസ്ലിം സംഘടനകളുടെ ചുമരെഴുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രതിരോധം അപരാധമല്ല എന്ന്. പ്രതിരോധം അപരാധമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവരത് സംഘപരിവാറിനെതിരെയുള്ള ആക്രമണത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ സംഘപരിവാറിനെ ആക്രമിക്കും, അത് ആക്രമണമല്ല, ഞങ്ങളുടെ പ്രതിരോധമാണ്. ആ രീതിയിലാണ് അവരതന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നാട് നീളെ ചുമരുകളിലെല്ലാം അങ്ങനെ എഴുതി വെച്ച ടീമുകളോടാണ് പറയുന്നത്, പ്രതിരോധം നിങ്ങൾക്ക് മാത്രമല്ല ഇസ്രായേലിന് നടത്താം, അതിനെ അപരാധമായി കാണേണ്ടതില്ല. പ്രതിരോധം അപരാധമല്ല എന്ന് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ ഇസ്രായേൽ അതിന്റെ പ്രതിരോധം നടത്തുമ്പോൾ അതിനെ അപരാധമായി കാണണ്ട. മുസ്ലിങ്ങളുടെ 4 വോട്ട് കിട്ടാൻ വേണ്ടി തങ്ങളുടെ പാർട്ടികളുടെ നയം അവർക്ക് അടിയറ വയ്ക്കുന്ന കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഇസ്രായേലിനെതിരെ കുരയ്ക്കും. അത് സ്വാഭാവികമാണ്. അവർക്ക് മനുഷ്യത്വമല്ല വലുത്, അധികാരമാണ്. അധികാരത്തിൽ കയറണമെങ്കിൽ വോട്ട് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി അവർ ആർക്ക് മുന്നിലും തലകുനിക്കും, ആരുടെ അടുത്തും അവരുടെ അഭിമാനം അടിയറ വയ്ക്കും. അതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും സുബോധമുള്ള ഒരാളും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ ഇവരെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കാനുള്ളത് സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന നായകളാണ്, സാംസ്കാരിക നായകളാണ്. അവരാണെങ്കിൽ ഇവർക്കെതിരെ മിണ്ടുകയില്ല. നമുക്കറിയാം, ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് മിണ്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരും ഇവർക്കെതിരെ ഒന്നും പറയില്ലെന്ന് മാത്രമല്ല, ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഇറാനൊക്കെ വേണ്ടി സംസാരിക്കാൻ അവർ രംഗത്ത് വരികയും ചെയ്യും. എന്നാൽ സുബോധത്തോടെ ചിന്തിക്കുന്ന, തലച്ചോറ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും അവിടുത്തെ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക്, ഈ ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ തന്നെ നിലനിൽക്കാൻ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 7-ാം നൂറ്റാണ്ടിലെ അക്ഷരാഭ്യാസമില്ലാത്ത കാമപ്രാന്തനായ ഒരു കാട്ടറബി യഹൂദ വിദ്വേഷം മൂത്ത് യഹൂദന്മാർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേലിനെയും യഹൂദന്മാരെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ വരുന്ന മതഭ്രാന്തന്മാരെ അവർ എതിർക്കും. സുബോധമുള്ള, തലച്ചോറ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന മനുഷ്യരെ എതിർക്കും. അതാണ് അമേരിക്ക ചെയ്തത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് ഇറാന്റെ 3 ആണവായുധ കേന്ദ്രങ്ങൾ അവർ നിർമൂലമാക്കി കളഞ്ഞല്ലോ. അത് തലച്ചോറ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഏതൊരാളും ചെയ്യുന്ന കാര്യം തന്നെയാണ്. മനസ്സിലായോ? ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമുണ്ട്, അതിനകത്തുള്ളവരും മനുഷ്യർ തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഏതൊരാളും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. അമേരിക്ക അതാണ് ചെയ്തത്. അതിന് ഞാൻ അമേരിക്കയെ അഭിനന്ദിക്കുന്നു. ചരിത്രത്തിൽ
ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഒക്കെ അറിയപ്പെടാൻ പോകുന്നത് കേവലം രാഷ്ട്രീയക്കാരായിട്ടോ അല്ലെങ്കിൽ വെറും ഭരണാധികാരികളായിട്ടോ മാത്രമായിരിക്കില്ല. അതിൻ്റെ അപ്പുറത്ത് ലോകത്തെ ഇറാന്റെ ഇസ്ലാമിക ഭീകരവാദത്തിൽ നിന്നും രക്ഷിച്ച വീരനായകന്മാരായിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും ചരിത്രത്തിൽ അവർ അറിയപ്പെടാൻ പോകുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ, ഇസ്രായേലിന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാളും ഒട്ടും കുറവല്ലാത്ത അവകാശമുണ്ട്. അതുപോലെ തന്നെ യഹൂദന്മാർക്കും. ആ ജനത ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ലോകം ഒരിക്കലും ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗതി പ്രാപിക്കില്ലായിരുന്നു. അത്രയധികം സംഭാവനകൾ അവർ മനുഷ്യരാശിക്ക് നൽകിയിട്ടുണ്ട്. അത് യഹൂദന്മാരായാലും ഇസ്രായേൽ എന്ന രാഷ്ട്രമായാലും. എന്നാൽ യഹൂദന്മാരെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണമെന്ന 7-ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസങ്ങളുടെ അവശിഷ്ടമായ മതഭീകര ചിന്തയും കൊണ്ട് നടക്കുന്നവന്മാർ ഈ ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? ഈ ലോകം പുരോഗതി പ്രാപിക്കേണ്ടതിന്, മുന്നോട്ട് പോകേണ്ടതിന് എന്ത് സംഭാവനയാണ് അവർ നൽകിയിട്ടുള്ളത്? ആ കൈവെട്ടും കാലുവെട്ടും കഴുത്തുവെട്ടും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതും അടിമപ്പെടുത്തുന്നതും ഒക്കെ അല്ലാതെ വേറെ എന്താണ് അവർ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ അവർ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അത്തരം ആളുകൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിനേക്കാൾ ലോകത്തിന് എന്തുകൊണ്ടും നല്ലത് പുരോഗമനോന്മുഖമായ സംഭാവനകൾ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള ഇസ്രായേൽ രാഷ്ട്രവും യഹൂദ ജനതയും ഭൂമുഖത്ത് നിലനിൽക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അവരുടെ സുരക്ഷ അവർ നോക്കും. അവർക്കെതിരെ വരുന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ ആക്രമണങ്ങൾ നേരിടാൻ അവർ തയ്യാറാകും. അത് അവരുടെ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. മനസാക്ഷിയുള്ള തലച്ചോറ് ഉപയോഗിക്കുന്ന മനുഷ്യർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.